ഹലോ എവരി വൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ നേരത്തെ എടുത്തതാണ്. അത് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ SCERT ചാപ്റ്ററായ പീരിയോഡിക് ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ പാർട്ട് നമ്മൾ എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒരു സബ്ഷെല്ലിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കും. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാമെന്നും ആ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളായ ഒരു പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് എന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്താണ് ഷെൽ എന്നുള്ളത്. അതായത് ഒരു ആറ്റത്തിൽ അതിന്റെ സെന്ററിൽ ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിനു ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ആ ഒരു സഞ്ചാര പാതയ്ക്കാണ് നമ്മൾ ഷെൽ ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽസ്, ഊർജ്ജ നിലകൾ എന്ന് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഷെല്ലാണ് കെ ഷെൽ. പിന്നെ L, M, N അങ്ങനെയാണ് നമുക്ക് ഷെല്ലുകൾ ഉള്ളത്. അവർക്ക് നമ്മൾ 1, 2, 3, 4 എന്ന ഷെൽ നമ്പർ നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഷെല്ലുകളിലും ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 2n² യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അതായത് കെ ഷെല്ല് നമ്മൾ 2 × 1ന്റെ സ്ക്വയർ ചെയ്താൽ 2 ഇലക്ട്രോൺസ് പറ്റും. L ഷെല്ലിൽ ആകെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. M ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് ആണ്. N ഷെല്ലിൽ 32 ഇലക്ട്രോൺസ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഉപ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ സബ് ഷെല്ലുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ആറ്റം കാണിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ സെന്ററിൽ ആ ഒരു ന്യൂക്ലിയസ് കാണിച്ചിട്ട് അതിന് ചുറ്റുമുള്ള ഓരോ ഷെല്ലുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ഷെല്ലുകളെ നമ്മൾ മെയിൻ ഷെൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. മെയിൻ ഷെൽ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കെയും എല്ലും എമ്മും എന്നും ഒക്കെ എന്താണ്, മെയിൻ ഷെല്ലുകളാണ്. ഈ ഓരോ മെയിൻ ഷെല്ലുകൾക്കും ഉള്ളിൽ നമുക്ക് സബ് ഷെല്ലുകൾ കാണാനായിട്ട് കഴിയും. എന്താണ്, ഉപ ഊർജ്ജ നിലകൾ കാണാനായിട്ട് കഴിയും. അതായത് ഈ കെ എന്ന മെയിൻ ഷെല്ലിന്റെ സബ് ഷെല്ലാണ് എസ് എന്ന സബ് ഷെല്ല്. എല്ലിന്റെ സബ് ഷെല്ലുകളാണ് എസ്, പി. എമ്മിന്റെ സബ് ഷെല്ലുകളാണ് എസും പിയും ഡിയും. എന്നിന്റെ സബ് ഷെല്ലുകളാണ് എസ്, പി, ഡി, എഫ്. അതായത് നിങ്ങളുടെ നാലാമത്തെ മെയിൻ ഷെല്ലിന്റെ സബ് ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ഒന്നാമത്തെ മെയിൻ ഷെല്ലിന്റെ സബ് ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. മൂന്നാമത്തെ ആണെങ്കിൽ 3 സബ് ഷെല്ലുകളാണ് ഉള്ളത്. അതായത് നിങ്ങളുടെ ആ ഒരു ഷെല്ലിന്റെ നമ്പരും അതിൽ അടങ്ങിയിരിക്കുന്ന സബ് ഷെല്ലുകളുടെ നമ്പരും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു സബ് ഷെല്ലുകളെ നമ്മൾ ചെറിയ ലെറ്റർ കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. മെയിൻ ഷെല്ലുകളെ KLM നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട് നമ്മളൊരു ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് മെയിൻ ഷെല്ല്, ഒന്ന് ആ ഒരു ഷെല്ലിന്റെ നമ്പർ, എത്രാമത്തെ ഷെൽ നമ്പർ ആണ്, അതിൽ എത്രമാത്രം സബ് ഷെല്ലുകളുണ്ട്, ആ ഒരു സബ് ഷെല്ലിന്റെ പേര്. അപ്പൊ കെ എന്ന മെയിൻ ഷെല്ലില് അത് ഒന്നാമത്തെ ഷെല്ലാണ് അല്ലെ. N=1 ആണ്. അതിൽ സബ് ഷെല്ലിന്റെ എണ്ണം എസ്, ഒരു സബ് ഷെല്ലേ ഉള്ളൂ അല്ലെ. ആ സബ് ഷെല്ലിന്റെ പേരെന്താണ്? എസ് സബ് ഷെല്ലാണ്. എൽ എന്ന മെയിൻ ഷെല്ലിന് N2 ആണ്. അതിലെ സബ് ഷെല്ലുകളുടെ എണ്ണം അപ്പം 2 ആയിരിക്കും. ആ സബ് ഷെല്ലുകളുടെ പേരാണ് എന്ത്? എസ്, ഇ. എമ്മിന് N3 ആയിരിക്കും. സബ് ഷെല്ലുകളുടെ എണ്ണം 3 ആയിരിക്കും. എസ്, പി, ഡി ആയിരിക്കും എന്ത്? അതിലെ സബ് ഷെല്ലുകളുടെ പേര്. എന്നിന് N=4 ആയിരിക്കും. എത്ര സബ് ഷെല്ല് കാണും? 4 സബ് ഷെല്ല് കാണും. അവരുടെ പേരെന്താണ്? എസ്, പി, ഡി, എഫ് ആണ്. നിങ്ങൾ അറിയേണ്ടത്, ഇവർക്ക് നമ്മൾ ഈ ഒരു പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇവിടെ N=1 ആണ് അല്ലെ. അതായത് ഈ എസ് സബ് ഷെല്ല് ഒന്നാമത്തെ ഷെല്ലിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എസിന്റെ മുമ്പിൽ 1s എന്ന് സൂചിപ്പിക്കട്ടോ. 1s എന്നാണ് എഴുതുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഷെൽ നമ്പർ എങ്കിൽ അതുകൊണ്ട് ഈ ഒരു സബ് ഷെല്ലുകൾക്ക് നമ്മൾ 2s 2p എന്ന് വേണം വിളിക്കാനായിട്ട്. എന്താണ്? 2s 2p. മൂന്നാമത്തെയാണ് ഇതിന്റെ ഷെൽ നമ്പർ അല്ലെ. അതിൽ വരുന്ന സബ് ഷെല്ലുകളാണ് എസ്, പി, ഡി. അതുകൊണ്ട് അവരെ നമ്മൾ 3s 3p 3d എന്ന് വേണം വിളിക്കാനായിട്ട്. അപ്പോൾ N=4 ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? 4s 4p 4d 4f എന്നാണ് ആ ഒരു സബ് ഷെല്ലുകൾക്ക് നമ്മൾ പേരുകൾ കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ സബ് ഷെല്ലിന്റെ പേര് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തറിയേണ്ട കാര്യം, ഈ ഒരു എസ് സബ് ഷെല്ലുകളിൽ, ഈ എല്ലാത്തിനുമുള്ള ഈ ഒരു എസ് സബ് ഷെല്ലുകളിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ്. 2 ഇലക്ട്രോൺസ് ആണ് എസ് സബ് ഷെല്ലിൽ ഉണ്ടാവുക കേട്ടോ. പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ 4 വെച്ച് കൂട്ടിപ്പോയാൽ മതി കേട്ടോ. 2 + 4 എത്രയാണ്? 6 ആണ്. 6 + 4 10 ആണ്. 10 + 4 16 ആണ്. അങ്ങനെ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. ആ ഒരു കെ ഷെല്ലിലുള്ള സബ് ഷെൽ ഏതാണ്? 1s ആണ് സബ് ഷെല്ല്. ആ ഒരു 1s ഉൾക്കൊള്ളാവുന്ന എസ് ഓർബിറ്റിൽ എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ 1s2 എന്നാണ് കാണിക്കുന്നത്. അപ്പൊ 2 ഇലക്ട്രോൺസ് ആ ഒരു എസ് സബ് ഷെല്ലിൽ കാണാനായിട്ട് സാധിക്കും. ഇനി എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ 8 ഇലക്ട്രോൺസ് പറയുമ്പോൾ അതിലെ സബ് ഷെല്ലുകൾ ഏതാണ്? 2s ഉം 2p ആണ് അല്ലെ. 2s ഉം 2p ആണ്. എസിൽ എത്ര ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും? 2 ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 2 ഫില്ല് ചെയ്തു. പിയിൽ എത്ര ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും? 6.
6 2 8. അങ്ങനെയാണ് ഈ ഒരു മെയിൻ ഷെല്ലായ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വന്നത്? 8 ഇലക്ട്രോൺ വന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ നോക്കി എം ഷെല്ലുള്ളവർ ആരൊക്കെയാണ്? 3s 3p 3d ആണ് അല്ലെ. ഇനി എസിൽ എത്ര വരും? 2 വരാം, പിയിൽ 6 വരാം, ഡിയിൽ എത്ര വരാം? 10 വരാം അല്ലെ. 10 6 16 2 18 ഇലക്ട്രോൺസ് ആണ് ആരിൽ കാണുന്നത്? എം ഷെല്ലിൽ കാണുന്നത്. ഇനി എൻ ഷെല്ല് നോക്കി, എൻ ഷെല്ലിൽ നമുക്ക് ആരൊക്കെയുണ്ട്? 4s 4p 4d 4f അങ്ങനെ 4 സബ് ഷെല്ലുകളാണ് ഉള്ളത്. എസിൽ വീണ്ടും നമുക്ക് 2 ആണ് മാക്സിമം, പിയിൽ മാക്സിമം 6 ആണ്, ഡിയിൽ 10 ആണ്, എഫിൽ 14 ആണ്. 14 10 24 6 32 32 ഇലക്ട്രോണുകളാണ് എൻ ഷെല്ലില്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഒരു ഷെല്ലില് അതിന്റെ സബ് ഷെല്ലുകളായ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു സബ് ഷെല്ലുകൾ ഏതൊക്കെയാണുള്ളത്? എസ്, പി, ഡി, എഫ് എന്ന സബ് ഷെല്ലുകളാണ് നമുക്കുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് കാണുന്ന ഒരു 3D റീജിയനിലായിരിക്കും കേട്ടോ, ഒരു 3 ഡയമെൻഷണൽ റീജിയനിലായിരിക്കും ഈ ഒരു സബ് ഷെല്ലുകളിൽ നമുക്ക് ഇലക്ട്രോൺസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു 3 ഡയമെൻഷണൽ റീജിയനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒരു സബ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ കാണാൻ സാധിക്കുന്ന ആ ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു റീജിയനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എസ് സബ് ഷെല്ലിന് ഒരു ഓർബിറ്റ് ആണ് ഉള്ളത് കേട്ടോ. എസ് സബ് ഷെല്ലിന് ഒരു ഓർബിറ്റ് ആണ് ഉള്ളത്. പി സബ് ഷെല്ലിന് 3 ഓർബിറ്റലുകളാണുള്ളത് കേട്ടോ. 3 ഓർബിറ്റലാണ് ആർക്കുള്ളത്? പി സബ് ഷെല്ലിനുള്ളത്. ഡിക്ക് അങ്ങനെ 5 ഓർബിറ്റൽസ് ഉണ്ട് കേട്ടോ. 5 ഓർബിറ്റൽസ് ഡി സബ് ഷെല്ലിനുണ്ട്. എഫ് സബ് ഷെല്ലിന് 7 ഓർബിറ്റലുകളാണുള്ളത്. നിങ്ങൾ നോക്കിയേ, എസ് ഓർബിറ്റലിന് ഉൾക്കൊള്ളാവുന്ന പരമാവധി എണ്ണം എത്രയാണ്? 2 ആണ് അല്ലെ. പിക്ക് എത്രയാണ്? 6 എണ്ണമാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ 3 ഓർബിറ്റലിലായിട്ടായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ഡിയിൽ 10 എണ്ണം ഉണ്ടല്ലേ, അപ്പൊ അത് 5 എണ്ണത്തിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കും. എഫിൽ ഇലക്ട്രോണുകൾ 7 ഓർബിറ്റലിലായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ഇതിന് പി എസ് സിക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ് കേട്ടോ. 2 ആണ്. ഈ ഒരു എസ് സബ്ഷെല്ലിന്റെ ഓർബിറ്റലാണ് ഇത്. അതിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. പി സബ്ഷെല്ലിന്റെ 3 ഓർബിറ്റലാണ് ഇത് കേട്ടോ. അതുകൊണ്ട് ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസ് എത്ര തന്നെയാണ്? 2 തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആ ഒരു SCERT പുസ്തകത്തിൽ തന്നിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഷേപ്പ് എന്ന് പറയുന്ന ഒരു എസ് സബ്ഷെല്ല്, അതിന്റെ എസ് ഓർബിറ്റലിന്റെ ഷേപ്പിന് ഗോളാകൃതിയാണുള്ളത് കേട്ടോ. ഗോളാകൃതിയാണുള്ളത്. അതിന്റെ സെന്ററിൽ നമ്മൾ ന്യൂക്ലിയസ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഷേപ്പ് ഗോളാകൃതിയാണ്. ഒരു പി ഓർബിറ്റലിന്റെ ഷേപ്പിന് ഡെമ്പൽ ആകൃതിയാണ് കേട്ടോ. ഡെമ്പൽ ആകൃതിയാണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിന് നിങ്ങൾക്കറിയാം 3 ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് അങ്ങനെ 3 ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് 3 ഡയമെൻഷൻ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവരെ 3 രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് 3 ഓർബിറ്റൽസ് വരുന്നത്. എന്നാൽ നമ്മളൊരു സ്പിയറിനെ എടുത്തിട്ട്, ഒരു ഗോളത്തെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും വെച്ച് കഴിഞ്ഞാൽ അവർ ഒരേപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആകെ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. പീക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ആക്സിസിനനുസരിച്ച് നമുക്ക് 3 രീതിയിലുള്ള ഓർബിറ്റൽസ് കിട്ടും. അതുകൊണ്ടാണ് എന്ത് പി സബ്ഷെല്ലിന് 3 ഓർബിറ്റൽസ് ഉള്ളത് കേട്ടോ. അവർ ആകൃതി എന്താണ്? ഡെമ്പൽ ആകൃതിയാണ്. എന്നാൽ ഡിയുടെ ഷേപ്പ് ഇരട്ട ഡെമ്പൽ അല്ലെങ്കിൽ ഡബിൾ ഡെമ്പൽ ആകൃതി എന്നൊക്കെ പറയാം കേട്ടോ. ഇരട്ട ഡെമ്പൽ അല്ലെങ്കിൽ ഡബിൾ ഡെമ്പൽ ആകൃതിയാണ് ആർക്കുള്ളത്? ഡി ഓർബിറ്റലുകൾക്കുള്ളത്. അവിടെ നമുക്ക് അതിനെ 5 രീതിയിൽ ആ ഒരു ആക്സിസിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾ ഇത് അറിയേണ്ട കാര്യമില്ല, പക്ഷെ നിങ്ങൾ അറിയേണ്ടത് എന്താണ്? അവരുടെ ഷേപ്പ് ഇരട്ട ഡെമ്പൽ ആകൃതിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എത്ര ഓർബിറ്റലുകളുണ്ട്? 5 ഓർബിറ്റലുകൾ ഉണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഇനി എഫ് സബ്ഷെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓർബിറ്റൽസിന് ഒരു സങ്കീർണമായ ആകൃതി ആയിരിക്കും കേട്ടോ. അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അവർ ഭയങ്കര കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് നമുക്കൊരു കൃത്യമായ ആകൃതി ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ അവരുടെ ആ ഒരു ഷേപ്പുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക. ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ടത് ഈ സബ്ഷെല്ലുകൾ ഉണ്ടല്ലേ, എസ്, പി, ഡി, എഫ് എന്ന സബ്ഷെല്ലുകളുണ്ട്. അപ്പൊ അവർക്കൊരു പേര് വന്നത് എന്തിൽ നിന്നാണ് മനസ്സിലാക്കണം കേട്ടോ. എസ് എന്ന് പറയുന്ന ആ ഒരു സബ്ഷെല്ലിന്റെ പേര് വന്നത് ഷാർപ്പ് എന്ന വാക്കിൽ നിന്നാണ് കേട്ടോ. ഷാർപ്പ് എന്ന വാക്കിൽ നിന്നാണ്. പി എന്നുള്ളത് പ്രിൻസിപ്പിൾ എന്ന വാക്കിൽ നിന്നാണ്. ഡി എന്നുള്ളത് ഡിഫ്യൂസ് എന്ന വാക്കിൽ നിന്നാണ്. എഫ് സബ്ഷെൽ എന്ന് വന്നത് ഫണ്ടമെന്റൽ എന്ന വാക്കിൽ നിന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താണ്? സ്പിയർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ എസ് എന്നുള്ള പേര് സ്പെറിക്കൽ എന്ന് തെറ്റിച്ച് എഴുതാറുണ്ട്. പക്ഷെ സ്പെറിക്കൽ അല്ല, എന്താണ്? ഷാർപ്പാണ് കേട്ടോ. അത് നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തൊരു സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു നൈട്രജൻ എടുത്തിട്ടുണ്ട്. നൈട്രജൻ അറ്റോമിക് നമ്പർ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കാനായിട്ട്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? 2 5 അല്ലെ. 5 2 7 ഇലക്ട്രോൺ ആണ് അവരിലുള്ളത്. ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന്റെ സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ് ഓബോവ് സിദ്ധാന്തം കേട്ടോ. ഓബോവ് സിദ്ധാന്തം നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ഒരു സിദ്ധാന്തം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സിദ്ധാന്തം പറയുന്നത് ഇലക്ട്രോണുകൾ ഉയർന്ന ഊർജ്ജ നിലകൾക്ക് മുമ്പ് ലഭ്യമായ താഴ്ന്ന ഊർജ്ജ നിലകളിലാണ് നിറയുന്നത് എന്നാണ്. അതായത് നമ്മൾ ഒരു ഊർജ്ജം ഒരു എനർജിയും
അതേപോലെ ആ ഒരു ഷെല്ലുകൾ തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും എനർജി കുറഞ്ഞ ആളിലാണ് ഇലക്ട്രോൺസ് ആദ്യം ഫില്ല് ചെയ്യുന്നത് എന്നാണ് ആൽഫ പ്രിൻസിപ്പിൾ പറയുന്നത് കേട്ടോ. ആൽഫ പ്രിൻസിപ്പിൾ പറയുന്നത് ഏറ്റവും ചെറിയ എനർജി ഉള്ള ആളിലായിരിക്കും ഇലക്ട്രോൺസ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 1s 2s 2p 3s 3p 3d എന്ന് എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഈ ഒരു 3ഡിക്ക് താഴെയാണ് ഈ ഒരു 4s വരുന്നത്. അപ്പൊ ഒരു ഫില്ല് ചെയ്യേണ്ട ഈ ഒരു എനർജിയുടെ ആ ഒരു ഓർഡർ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾ സബ്ഷനിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് തെറ്റിപ്പോകും. അത് ഓർത്തിരിക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. നമുക്ക് 4 സബ്ഷെല്ലുകളാണ് ഉള്ളത് അല്ലെ. ഏതാണ് എസ്, പി, ഡി, എഫ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ഈ ഒരു എസിനെ 2 വട്ടം എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എസ് എസ് എന്ന് എഴുതാം. ഇനി ഇവിടുന്ന് തിരിച്ച് പി എസ് എന്നുള്ള ആ ഒരു കാര്യത്തെ നമുക്ക് 2 വട്ടം എഴുതാം. അങ്ങനെയാണ് പി എസ് പി എസ്. ഇനി പിന്നെ ഇവിടുന്ന് എങ്ങനെ ഡി പി എസ് ഡി പി എസ്, ഇങ്ങനെ 2 വട്ടം എഴുതി. എങ്ങനെ ഡി പി എസ് ഡി പി എസ്. പിന്നെ എഫ് ഡി പി എസ് എഫ് ടി പി എസ് 2 വട്ടം എഴുതണം കേട്ടോ. എഫ് ഡി പി എസ് എഫ് ഡി പി എസ്. അതായത് ആദ്യത്താളെ നമ്മൾ 2 വട്ടം എഴുതി, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു പി എസിനെ 2 വട്ടം എഴുതി, പിന്നെ ഡി പി എസിനെ 2 വട്ടം എഴുതി, എഫ് ഡി പി എസിനെ 2 വട്ടം എഴുതി. അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എസ് ഓർബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ എത്രയാണ്, 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഈ എസിനുള്ള ആളെ 1ൽ സ്റ്റാർട്ട് ചെയ്ത് എഴുതുക. രണ്ടാമത്തെ എസിന് 2 എന്ന് കൊടുക്കുക. 3 4 5 6 7 8 എല്ലാ എസുകൾക്കും ആ ഒരു നമ്പറിൽ കൊടുക്കുക. പി സബ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും 2 എന്നൊരു നമ്പറിലാണ് കേട്ടോ. അപ്പൊ പിക്ക് നമ്മൾ 2ൽ സ്റ്റാർട്ട് ചെയ്യുക. 2 3 4 5 6 7 എന്ന് കൊടുക്കുക. ഡി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും 3ലാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ഡിക്ക് 3 എന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ 4 5d 6d എന്ന് കൊടുക്കുക. എഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും 4ാമത്തതിലാണ് അല്ലെ എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 4 5. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് എനർജി ലെവലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു സബ്ഷെല്ലുകൾ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എസ് നിങ്ങൾ ആദ്യമേ 2 വട്ടം എഴുതുക, പിന്നെ ഇവിടുന്ന് പി എസ് 2 വട്ടം എഴുതുക, പിന്നെ ഡി പി എസ് 2 വട്ടം എഴുതുക, പിന്നെ എഫ് ഡി പി എസ് 2 വട്ടം എഴുതുക. എന്നിട്ട് എന്ത് ആ ഒരു നമ്പർ കറക്റ്റ് ആയിട്ട് എടുക്കുക. ഇനി നിങ്ങൾ നൈട്രജന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം വരുന്ന ആരാണ്, 1s ആണ് അല്ലെ. 1s ആണ്. അതിൽ മാക്സിമം കൊള്ളാവുന്ന എസ് സബ്ഷനിൽ എത്രയാണ്, 2 ഇലക്ട്രോൺസ് ആണ് കൊള്ളാവുന്നത് അല്ലെ. ഇനി 2s വന്നു. രണ്ടാമത് 2s അല്ലെ. 2s നമ്മൾ 2 കൊടുത്തു. 2 2 4. മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട് നൈട്രജൻ അല്ലെ. അപ്പൊ നമുക്ക് 3 കൂടെ വേണം അല്ലെ. 2p3. പി ഓർബിറ്റിൽ 3 കൂടെ ഫില്ല് ചെയ്തു. പി ഓർബിറ്റിൽ മാക്സിമം ഫില്ല് ചെയ്യാവുന്ന എത്രയാണ്, 6 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യാവുന്നത്. അപ്പൊ 1s2 2s2 2p3 ആണ് എന്ത്, നൈട്രജന്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഫോസ്ഫറസിന്റെ നോക്കാം. ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ 15 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, 2 8 5. 8 2 10 5 15 എന്ന് എഴുതാം. ഞാനായിട്ട് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെ എഴുതാം, 1s2 എന്ന് എഴുതാം. ഈ ഒരു ഓർഡറിലാണ് പോകേണ്ടത് കേട്ടോ. 1s2 2s2 2p6 എത്രയായി, 6 2 8 2 10 ആയി. 3s2 12 3p3 15. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഫോസ്ഫറസിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. ഇനി നമുക്ക് ക്ലോറിനെ ഒന്ന് എഴുതി നോക്കാം. 17 ആണ്. അപ്പൊ നിങ്ങൾ എഴുതി നോക്കണം എങ്ങനെയാണ്, ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2 8 7 എന്നാണ് അല്ലെ. 17. അതിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, 1s2 2s2 2p6 3s2 3p5. അപ്പൊ എത്ര വന്നു, 2 2 4 6 10 2 12 5 17 എന്ന് വന്നു അല്ലെ. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ക്ലോറിന്റെ എന്തെന്ന് പറയുന്നത്, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് കൂടാതെ തന്നെ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു മൂലകത്തിന് എന്ത് ചെയ്യാൻ പറ്റും, സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ നോക്കേണ്ട, നമ്മൾ ആ ഒരു നേരത്തെ എടുത്ത ആ ഒരു 3 മൂലകങ്ങൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, നൈട്രജൻ, ഫോസ്ഫറസ്, ക്ലോറിൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ വേറെ രീതിയിൽ നമ്മൾ ചുരുക്കി റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ SCRT ടെസ്റ്റിൽ കാണിച്ച കാര്യമാണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇവരെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം എന്ന് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നമ്മുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നൈട്രജന്റെ എടുത്തു കഴിഞ്ഞാൽ 1s2 2s2 2p3 എന്നാണ് വരുന്നത് അല്ലെ. 1s2 2s2 2p3 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 1s2 എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു ഗ്രൂപ്പ് 18 നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെ നമ്മൾ ഗ്രൂപ്പ് 18 ഉപയോഗിച്ചിട്ടാണ് ചുരുക്കി എഴുതുന്നത്. ആരെ, ഈ ഒരു സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ഗ്രൂപ്പ് 18 ഉപയോഗിച്ചിട്ടാണ് ചുരുക്കി എഴുതാറ്. അപ്പൊ ഇവിടെ ഈ ഒരു ഹീലിയത്തിന്റെ അറ്റോമിക നമ്പർ നിങ്ങൾ നോക്കിയാൽ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 2 ആണ് അല്ലെ. ഇവിടുത്തെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്, 2 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു 1s2നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് മാറ്റിയിട്ട് നമ്മൾ എന്തെന്ന് എഴുതുമെന്ന് അറിയാമോ, നമ്മൾ ഹീലിയം എന്ന് എഴുതും. അതിനുശേഷം നമ്മൾ 2s2 2p3 എന്ന് കാണിക്കും. അതായത് ഇതിന് 2 ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ 2 4 7 അങ്ങനെയാണ് ഈ ഒരു നൈട്രജന്റെ 7 നമ്മൾ എഴുതുന്നത്. നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ ഫോസ്ഫറസ്, അതിന്റെ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾ നോക്കിയേ, 2 4 6 10 വന്നിട്ടുണ്ട് അല്ലെ. 10 വരുന്ന ഗ്രൂപ്പ് 18ലെ അലസവാതകം ഏതാണ്, നിയോൺ ആണ്, നിയോൺ. അപ്പൊ ഈ ഒരു ഇത്രയും ആൾക്കാരെ 6 2 8 2 10 എന്നുള്ള ഈ ഒരു ആളുകളെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇതിലെ നിയോണിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു നിയോൺ എഴുതുക. അതിനുശേഷം 3s2 3p3 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഫോസ്ഫറസ് കിട്ടും. അതായത് 10 12 15.
ഇനി നിങ്ങൾ നോക്കിയ ക്ലോറിന്റെ 17 അപ്പൊ വീണ്ടും എന്തെടുക്കണം 2, 4, 10, 12, 17 അല്ലെ. അപ്പൊ 2, 4, 10 ഇതിന് വരെ ആരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും? നിയോണിനെ എടുക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നിയോൺ 3:3p5 എന്നാണ് ക്ലോറിന്റെ എന്ത് വരുന്നത്? സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ചുരുക്കി എഴുതുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ SCRT ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് പൊട്ടാസ്യത്തിന്റെ 19 നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ. 19 വന്നു കഴിഞ്ഞാൽ നോക്കിയേ 1s2, 2s2, 2p6, 3s2, 3p6, 4s1 ആണ്. നിങ്ങൾ നോക്കിയേ 2, 4, 10, 12, 18. അപ്പൊ ഈ 18 വരുന്ന ഒരു അലസവാതകം ഉണ്ട്. ഏതാണ്? ആർഗൺ ആണ്. ഇവിടെ ആർഗൺ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെ മാറ്റിയിട്ട് നമുക്ക് എന്ത് കാണിക്കാം? ആർഗൺ എഴുതിയിട്ട് 4s1 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അവരുടെ അറ്റോമിക് നമ്പർ നോക്കുക. അറ്റോമിക് നമ്പർ അതിന് കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിൽ ഏറ്റവും അടുത്ത അലസവാതകം എടുക്കണം. ഇവിടെ അറ്റോമിക് നമ്പർ 19 ആയതുകൊണ്ട് അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ആരാണ്? ആർഗൺ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആർഗൺ എടുക്കുന്നത്. ഇനി നിയോണിന്റെ 10 അവർ ഏറ്റവും അടുത്ത് കിടക്കുന്നത്. നമ്മൾ കൂടുതലുള്ളതാണ് എടുക്കുന്നത്, എപ്പോഴും കുറവുള്ളതാണ് എടുക്കുന്നത് കേട്ടോ. ക്ലോറിന്റെ 17 17നേക്കാളും കുറവുള്ള അലസവാതകം ഏതാണ്? നിയോൺ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഏതെടുത്തു? നമ്മുടെ നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ നൈട്രജനിൽ വരുന്ന ആരാണ്? ഹീലിയം ആണ് അല്ലെ. അവരുടെ 2 അറ്റോമിക് നമ്പർ. അതുകൊണ്ടാണ് നമ്മൾ ഹീലിയം എടുക്കുന്നത്. ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ടത് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രോമിയത്തിന്റെ കേസിൽ അതിന്റെ അറ്റോമിക നമ്പർ 24 കേട്ടോ. ക്രോമിയത്തിന്റെ കേസിൽ അതിന്റെ അറ്റോമിക നമ്പർ 24. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇതാണ് നമ്മുടെ ആ ഒരു എനർജി അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുന്ന ആ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? 1s2 ഈ ഒരു ഓർഡറിൽ കേട്ടോ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. എത്ര വന്നു? 2, 2, 4, 10, 12, 18, 20, 24 വന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കോൺഫിഗറേഷൻ തെറ്റാണ്. കാരണം നമ്മുടെ എനർജിയുടെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ നമ്മുടെ 4s കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? 3d വരുന്നത് അല്ലെ. 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. പക്ഷെ നമ്മൾ എനർജിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നതെങ്കിലും നമ്മൾ അവർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മെയിൻ ഷെല്ലിന്റെ ഓർഡറിൽ തന്നെ വേണം എഴുതാനായിട്ട്. അതായത് നമ്മൾ ആദ്യമേ 1 എഴുതണം, പിന്നെ 2 വരുന്ന ടേമുകൾ എഴുതണം, പിന്നെ 3 വരുന്ന ടേമുകൾ എഴുതണം, അതിനുശേഷം 4 വരുന്ന ടേം എഴുതാവും. പക്ഷെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 3 എഴുതി, അതിനുശേഷം 4 എഴുതി, വീണ്ടും 3 എഴുതി. അത് തെറ്റാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എന്ത് എഴുതേണ്ടത്? അതിന്റെ ഒരു ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടതെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. പക്ഷെ ക്രോമിയത്തിന്റെ കേസിൽ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എന്താണ്? തെറ്റാണ്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഇവിടുത്തെ ഈ ഒരു അവസാനത്തെ ഷെല്ലിൽ വന്നിരിക്കുന്നത് 3d4 4s2 എന്നാണ് അല്ലെ. d4s2 എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഒരു ഡി ഓർബിറ്റലിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസ് എത്രയാണ്? 10 ആണ്. ഒരു 10 ഇലക്ട്രോൺ ഉള്ള ഒരു ഡി ഓർബിറ്റലും അല്ലെങ്കിൽ അതിലൊരു 5 ഇലക്ട്രോൺ ഉള്ള ഒരു ഡി ഓർബിറ്റലും ഉണ്ടെങ്കിൽ അവരായിരിക്കും അതിൽ ഏറ്റവും സ്റ്റേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു d4നേക്കാളും സ്റ്റേബിൾ ആരായിരിക്കും? d5 ആയിരിക്കും. അത് നമ്മുടെ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്. ഒരു ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. ഈ സബ്ഷെല്ലിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നത് d10 പകുതി മാത്രം നിറഞ്ഞതോ ആയ സബ്ഷെല്ലുകൾ ആണെങ്കിൽ, അതായത് d10ഓ d5ഓ ആണെങ്കിൽ അവർക്ക് മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണ്. അതായത് അവർ സ്റ്റെബിലിറ്റി എന്താണ്? കൂടുതലാണ്. അതായത് d4s2 എന്നുള്ളതോ അല്ലെങ്കിൽ d9s2 എന്നോ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്തായിട്ട് മാറ്റി എഴുതണം? d5s1 എന്ന് എഴുതണം, അല്ലെങ്കിൽ d10s1 എന്ന് എഴുതണം. അതായത് ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, അവിടെ 3d5 4s1 എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. വേറെ ഒന്നിനും വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, d4s2 എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ d5s1 എന്ന് വേണം എഴുതാനായിട്ട്. കാരണം അത് ഹാഫ് ഫില്ല് ചെയ്ത ഓർബിറ്റാണ് അല്ലെ. മൊത്തത്തിൽ 10 ഉണ്ട്, അതിന്റെ പകുതി ഫില്ല് ചെയ്താലും എന്താണ്? ആ ഒരു ഓർബിറ്റിൽ മാക്സിമം സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത് എപ്പോഴാണ്? അതിന്റെ പകുതി അല്ലെങ്കിൽ ഫുള്ള് ഒക്കുപ്പൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി എഫ് സബ്ഷന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് F6 എന്ന് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ F13 എന്ന് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അത് എങ്ങനെ എഴുതണം? അത് F7ഉം F14ഉം ആക്കി വേണം എഴുതാനായിട്ട്. അതാണ് എന്ന് പറയുന്നത് കൂടുതൽ സ്ഥിരതയുള്ളത് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇവരെ എങ്ങനെ ചുരുക്കി എഴുതാൻ നോക്കിയേ. ഇവിടെ 2, 4, 10, 12, 18, 23, 24 ഉണ്ട്. അപ്പൊ 18 ഉണ്ടല്ലോ. 18 ഉണ്ടെങ്കിൽ നമ്മൾ ആരെ എടുക്കണം? ആർഗണിനെ എടുക്കണം. 3d5 4s1 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്രോമിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കാം. കോപ്പറിന്റെ കൂടെ നമുക്ക് നോക്കാം. അപ്പൊ കോപ്പറിന്റെ 29 ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു എനർജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. എത്ര വന്നു? 2, 4, 10, 12, 18, 20, 29. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഈ ഒരു കോൺഫിഗറേഷൻ ശരിയാണോ? അല്ല അല്ലേ. എന്താ കാരണം? ഇവിടെ 1, 2, 3 പിന്നെ 4 കഴിഞ്ഞ് വീണ്ടും 3 എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവരെ 1, 2, 3 ഇനി ഇവരെ തിരിച്ചു അല്ലെ. 3d9ഉം 4s2 എന്ന് എഴുതി.
ഇനി ഞാൻ പറഞ്ഞു 3D9 എന്ന് വന്നു കഴിഞ്ഞാൽ D9 എന്ന് വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യും. അപ്പൊ അവർ എന്തായിട്ട് മാറും? D10 ആയിട്ട് മാറും അല്ലെ? ആ നിയമം പറയുന്നത് എങ്ങനെയാണ്? D9S2 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി D10S1 എന്ന് എഴുതണം. D10S1 എന്ന് എഴുതണം. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഇവിടം വരെ ഒരു മാറ്റവും ഇല്ല. ഇവരെ എന്ത് ചെയ്യുക? D10S1 എന്ന് എഴുതുക. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തെറ്റായിട്ടുണ്ടെങ്കിൽ കുറെ കോൺഫിഗറേഷൻ വന്നിട്ട് ഇതിൽ ഏതാണ് കോപ്പറിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റോമിക് നമ്പർ വെച്ച് എഴുതുമ്പോൾ തെറ്റരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് D10 ആണോ എന്ന് ശ്രദ്ധിക്കുക. ക്രോമിയത്തിന്റെ കേസ് ആണെങ്കിൽ D5S1 ആണോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇവരെ എങ്ങനെ ചുരുക്കി എഴുതാനായിട്ട് സാധിക്കും? നമ്മുടെ ആർഗൻ ഉണ്ട് അല്ലെ? 18 ആർഗണിനെ റീപ്ലേസ് ചെയ്തു. പിന്നെ ബാക്കി ആരുണ്ട്? 3D10 4S1 നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. വളരെ ഈസിയാണ്. ഇനി നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഒരു ആറ്റത്തിലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 എന്നാണ്. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്തൂ എന്നുള്ളതാണ് ചോദ്യം. ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? അപ്പൊ അവരൊരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. ഏതാണ്? 1s2 2s2 2p6 3s2 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് അവരുടെ ഷെല്ലുകൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ഈ 1s എന്ന് പറയുന്ന ഷെല്ല് ഏതിലാണ് വരുന്നത്? കെയിലാണ് വരുന്നത് അല്ലെ? 2 വരുമ്പോൾ അവർ ഏത് ഷെല്ലിൽ വരണം? 2 ഉള്ളവരെല്ലാം എൽ ഷെല്ലിലാണ് വരേണ്ടത് അല്ലെ? ഇനി 3 എന്നുള്ളവർ ഏത് ഷെല്ലാണ് വരേണ്ടത്? എം ഷെല്ലിലാണ് വരേണ്ടത്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് എത്ര ഷെല്ലുകളുണ്ട്? 3 ഷെല്ലാണുള്ളത്. അപ്പം ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഇനി ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതെല്ലാം? ഏതാണ്? കെ ഷെല്ലിലുള്ള സബ് ഷെൽ ഏതാണ്? എസ് സബ് ഷെല്ലാണ് ഉള്ളത് അല്ലെ? എൽ ഷെല്ലില് എസും പിയും ഉണ്ട്, എമ്മില് എസ് ഉണ്ട്. അപ്പൊ ഉത്തരം എങ്ങനെ വരും? കെയിൽ എസ്, എല്ലില് എസ്, പി സബ് ഷെല്ല്, എമ്മില് എസ് സബ് ഷെല്ല്. ഇതാണ് അതിന്റെ ഓർഡർ. അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ് ഷെല്ലിലാണ്? ഏത് സബ് ഷെല്ലാണ് അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്തത്? എസ് സബ് ഷെല്ലാണ് അല്ലെ? എസ് സബ് ഷെല്ല്. ആറ്റത്തിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ പോരെ? 2 4 10 12. അറ്റോമിക് നമ്പർ എത്രയാണ്? ഇലക്ട്രോണിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഇതിൽ എത്ര തന്നെയാണ്? 12 തന്നെയാണ് അല്ലെ? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതാം? ഇവിടെ 2 4 10 12 ആണ് കിട്ടുന്നത്. 10 വരുന്ന ആള് നിങ്ങൾ ഓർത്തിരിക്കുക, ആരാണ്? നിയോൺ ആണ്. അപ്പൊ ഇവരെ റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെ എഴുതണം? ഈ 10 6 8 10നെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ നിയോൺ എഴുതുക. പിന്നെ ബാക്കി ആരുണ്ട്? 3s2 ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു 3 കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. ഹീലിയത്തിന്റെ 2 ആണെന്ന് അറിഞ്ഞിരിക്കുക. അലസവാതകമായ ഹീലിയത്തിന്റെ 2 ആണെന്നും നിയോണിന്റെ 10 ആണെന്നും ആർഗണ്ടത് 18 ആണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് 2 8 8 അങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പൊ ഹീലിയത്തിന്റെ 2 അതിന്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ നിയോണിന്റെ 10 ആവും. ആ നിയോണിന്റെ കൂടെ വീണ്ടും 8 കൂട്ടിക്കഴിഞ്ഞാൽ ആർഗന്റെ 18 വരും കേട്ടോ. അങ്ങനെ ആ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് ഇരിക്കുക. ഇനി നിങ്ങൾ നോക്കേണ്ടത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും തമ്മിലുള്ള റിലേഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ്? ഇവിടെ നമ്മുടെ എസ് ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട് അല്ലെ? ഈ ഒരു സൈഡിൽ വരുന്നവരെ നമ്മൾ എസ് ബ്ലോക്ക് എന്നാണ് പറയുന്നത് അല്ലെ? ആൽക്കലി ലോഹങ്ങളും ആൽക്കലി എർത്ത് ലോഹങ്ങളും. പിന്നെ ഇവിടെ വരുന്നവരെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഇവരിൽ വരുന്നവരെയാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഈ താഴെ കാണിച്ചിരിക്കുന്നവരെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏത് എലമെന്റ്സുകളെ നമ്മൾ എഴുതി നോക്കിയാലും, ഉദാഹരണത്തിന് നമുക്ക് ലിഥിയം കാണിച്ചിട്ടുണ്ട്. ലിഥിയം എന്ന് പറയുന്നത് ഏത് ബ്ലോക്കിലാണ് വരേണ്ടത്? എസ് ബ്ലോക്കിലാണ് വരേണ്ടത്. എന്തുകൊണ്ട് അവരെ എസ് എന്ന് വിളിച്ചു എന്ന് കഴിഞ്ഞാൽ ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 3 ആണ് കേട്ടോ. ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ 3 ആണ്. അപ്പൊ നമുക്ക് അവരുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 1s2 2s1 എന്നാണ് എഴുതുന്നത് അല്ലെ? 2 1 3. അപ്പൊ അവർ അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണ്? എസ് ആണ് അല്ലെ? എസ് ആണ്. അതുകൊണ്ടാണ് അവരെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. അതായത് അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണോ ആ ഒരു സബ്ഷെല്ലിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നമ്മൾ ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് എസ് ബ്ലോക്കിലാണെങ്കിൽ അവരെ നമ്മൾ എസ് സബ്ഷെല്ലാണെങ്കിൽ നമ്മൾ അവരെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് ഡി ബ്ലോക്കിലാണെങ്കിൽ നമ്മുടെ അവരെ ഡി സബ്ഷെല്ലാണെങ്കിൽ അവരെ ഡി ബ്ലോക്ക് എന്ന് വിളിക്കും. പിയിലാണെങ്കിൽ അവരെ പി ബ്ലോക്ക് എന്ന് വിളിക്കും. എഫ് സബ്ഷെല്ലാണെങ്കിൽ അവരെ എഫ് ബ്ലോക്ക് എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഓർഡർ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ നോക്കിയാൽ മഗ്നീഷ്യത്തിന്റെ 12 ആണ്. അപ്പം അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ് അല്ലെ? സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1s2 2s2 2p6 3s2. അപ്പൊ അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് എവിടാണ്? എസ് സബ്ഷെല്ലാണ്. അതുകൊണ്ട് അവരും എന്താണ്? എസ് ബ്ലോക്ക് ആണ് അല്ലെ? മഗ്നീഷ്യം നോക്കിയേ എസ് ബ്ലോക്ക് ആണ്. ഇനി നൈട്രജൻ നോക്കി, നൈട്രജന്റെ 7 ആണ് അറ്റോമിക് നമ്പർ. അതെങ്ങനെ എഴുതാം? 1s2 2s2 2p3 ആണ് അല്ലെ? പിയിൽ മാക്സിമം 6 വരെ ഫില്ല് ചെയ്യാം. ഇപ്പൊ 2 2 4 3 7 ആൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അവസാനത്തെ ഫില്ലിംഗ് നടന്നത് എവിടാണ്? പിയിലാണ്. അതുകൊണ്ട് അവർ ഏത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് ആയിരിക്കും. നോക്കി, നൈട്രജൻ ഏത് ബ്ലോക്ക് ആണ്? പി ബ്ലോക്ക് ആണ്. ഇനി സ്കാൻഡിയം നിങ്ങൾ നോക്കുക. സ്കാൻഡിയത്തിന്റെ 21 ആണ്. അപ്പൊ 21 അറ്റോമിക് നമ്പർ ഉണ്ട്. എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 4s2 3d1. നിങ്ങൾ ഇത് ബുക്കിൽ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ഈ ഒരു കോൺഫിഗറേഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവും. അവസാനത്തെ ഫില്ലിംഗ് നടന്നത് എവിടെയാണ്? ഡിയിലാണ് അല്ലെ? അതുകൊണ്ട് അവരെന്താണ്? ഡി ബ്ലോക്ക് ആണ്. നോക്കിയേ, സ്കാൻഡിയം എന്താണ്? ഡി ബ്ലോക്ക് ആണ്.
അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷനിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് എന്ന് അറിഞ്ഞിരിക്കുക. ഇത് നമ്മുടെ SCERT-യിലെ ആ ഒരു സെന്റൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ അവസാനത്തെ ആ ഒരു സബ്ഷനിൽ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. ഇനി സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പീരീഡുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് കേട്ടോ. പീരീഡുകൾ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് കുറച്ച് മൂലകങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ബെർലിയം ഉണ്ട്, കാർബൺ ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും സബ്ഷലിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ബെർലിയത്തിന് 4ആണ്, അതുകൊണ്ട് 1s2 2s2 ആയിട്ടാണ് ഇത് പോകുന്നത്. ഇതിന്റെ അവസാനത്തെ ഷെല്ലിൽ, അതിനെയാണ് നമ്മൾ ബാഹ്യമത ഷെൽ എന്ന് പറയുന്നത്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ. അത് 2 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ പീരീഡ് നമ്പരും എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് അവസാനത്തെ ബാഹ്യമത ഷെല്ലിന്റെ നമ്പർ 2 ആണ് ഇവിടുത്തെ കേസിൽ അല്ലെ. ആ ഒരു 2 ആയതുകൊണ്ട് അതിന്റെ പീരീഡിന്റെ നമ്പർ എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് നിങ്ങൾ അറിയേണ്ടത് ഇതിൽ ഏറ്റവും വലിയ നമ്പർ നിങ്ങൾ നോക്കിയാൽ അതായിരിക്കും എന്താ അവരുടെ പീരീഡിന്റെ നമ്പർ. അതായത് ഒരു സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് എത്രാമത്തെ പീരീഡ് ആണെന്ന് അറിയണമെങ്കിൽ അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതായിരിക്കും എന്ത് അതിന്റെ പീരീഡ്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു കേസിൽ ഇതിൽ ഏറ്റവും വലുത് 1 ഉണ്ട് 2 ഉണ്ട് നമുക്കല്ലെ. ഇതിൽ ഏറ്റവും വലുത് ആരാണ്? 2 ആണ്. അതുകൊണ്ട് പീരീഡ് നമ്പർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് അല്ലെ. ഇതിൽ ഏറ്റവും വലുത് 3 ആണ്. അതുകൊണ്ട് പീരീഡ് നമ്പർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഇത് നിങ്ങൾ നോക്കിയേ, ഈ ഒരു കേസിൽ ഏറ്റവും വലുത് ഏതാണ്? 4 ആണ്. അതായത് അവരുടെ ബാഹ്യമത ഷെല്ലിന്റെ നമ്പർ, ഏറ്റവും അവസാനത്തെ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? 4 ആണ്. അപ്പൊ 4 വന്നു, 4 വന്നു. അപ്പൊ ഒരു മൂലകത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യമത ഷെല്ലിന്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡിന്റെ നമ്പർ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഏറ്റവും വലിയ നമ്പർ നോക്കുക, അതാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ പീരീഡിന്റെ നമ്പർ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലോക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. എങ്ങനെ ബ്ലോക്ക് കണ്ടുപിടിക്കാം? അതിന്റെ അവസാനത്തെ സബ്ഷൽ ഏതാണോ അതാണ് അതിന്റെ ബ്ലോക്ക്. ഈ കേസിൽ അത് ഏത് ബ്ലോക്ക് ആയിരിക്കും? S ബ്ലോക്ക് ആയിരിക്കും. ഈ കേസിൽ P ബ്ലോക്ക് ആയിരിക്കും. ഈ കേസിൽ S സബ്ഷലാണ് അവസാനത്തത്, S ബ്ലോക്ക് ആയിരിക്കും. ഇതും എന്തായിരിക്കും? S ബ്ലോക്ക് ആയിരിക്കും. ഇനി അതിന്റെ പീരീഡ് കണ്ടുപിടിക്കണം, എന്ത് ചെയ്യുക, അതിന്റെ ഏറ്റവും അവസാനത്തെ സബ്ഷലിന്റെ ആ മുമ്പിലുള്ള നമ്പർ നോക്കുക. എത്രയാണ്? ഇവിടുത്തെ കേസിൽ 2 ആണ്, അതുകൊണ്ട് അത് രണ്ടാമത്തെ പീരീഡ് ആണ്. ഇവിടുത്തെ കേസിൽ 4 ആണ്, അതുകൊണ്ട് എന്താണ്? 4ാമത്തെ പീരീഡ് ആണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്പർ നോക്കുക, അതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് S ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ S ബ്ലോക്ക് തന്നിട്ടുണ്ടല്ലോ, S ബ്ലോക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു S ബ്ലോക്കിന്റെ ഒരു സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അതിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ കുറെ S ബ്ലോക്ക് എലമെന്റ്സുകളുടെ സബ്ഷെല്ലുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അവസാനത്തെ അല്ല, ഇവരെല്ലാം S ബ്ലോക്കിലാണ് വരുന്നത്. കാരണം എന്താണ്? ഇവിടുത്തെ അവസാനത്തെ സബ്ഷെല്ല് S ആണ്. ഇനി ഇവിടുത്തെ അവസാനത്തെ S സബ്ഷെൽ ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾ നോക്കി, ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അതുകൊണ്ട് എന്താണ്? ഇവര് ഏത് വരും? 1ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത് കേട്ടോ. 1 ആണ് അവസാനത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം, അതുകൊണ്ട് ഇവര് 1ാമത്തെ ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. എന്നാൽ ഇവിടുത്തെ കേസിലും എന്താണ്? അവസാനത്തെ ആ ഒരു ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്? 1 ആണ് അല്ലെ. അതുകൊണ്ട് എന്താണ്? ഇവരും 1ാമത്തെ ഗ്രൂപ്പിൽ തന്നെയായിരിക്കും വരുന്നത്. നമ്മൾ നമ്മുടെ മെയിൻ ഷെല്ല് വെച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ബാഹ്യമത ഷെല്ലുകളുടെ ഇലക്ട്രോണിന്റെ എണ്ണമായിരുന്നു എന്ന് പറയുന്നത് S ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് അല്ലെ. അതായത് അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ്, ബാഹ്യമത ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് 1ാമത്തെ ഗ്രൂപ്പാണ്, 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് 2ാമത്തെ ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ഒരു സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാലും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതായിരിക്കും അവരുടെ ഗ്രൂപ്പ് നമ്പർ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ 2 ഇലക്ട്രോൺ ആണ് അല്ലെ, 3s2 ആണ്. അപ്പം അത് 2 ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ആ ഒരു S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഗ്രൂപ്പ് നമ്പർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇവിടെയും 2 തന്നെയല്ലേ, അതുകൊണ്ട് ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഒരു S ബ്ലോക്കിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലോക്ക്, പിന്നെന്ത്, പീരീഡ്, ഗ്രൂപ്പ് 3ഉം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ അവസാനത്തെ ആ ഒരു S സബ്ഷെൽ നോക്കുക, അവരെന്തിലായിരിക്കും? S ബ്ലോക്കിലായിരിക്കും. പീരീഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും വലിയ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ആ ഇലക്ട്രോൺ ഫിൽ ചെയ്ത ആ ഷെല്ലിന്റെ നമ്പർ ആണ് എന്താ അതിന്റെ പീരീഡ്. അപ്പൊ ഇതെത്ര ആയിരിക്കും? 3ാമത്തെ പീരീഡ് ആയിരിക്കും കേട്ടോ. ഇവര് 3ാമത്തെ പീരീഡ് ആയിരിക്കും ആര് വരുന്നത്? മഗ്നീഷ്യം വരുന്നത്. കാൽസ്യം 4ാമത്തെ പീരീഡിലായിരിക്കും വരുന്നത് അല്ലെ. നോക്കി, 1 2 3 4 4ാമത്തെ പീരീഡിലാണ് ആര് വരുന്നത്? കാൽസ്യം വരുന്നത് അല്ലെ. മഗ്നീഷ്യോ 3 ഏറ്റവും വലിയ നമ്പർ നോക്കി, 1 2 3 3ാമത്തെ പീരീഡിലാണ് ആര് വരുന്നത്? മഗ്നീഷ്യം വരുന്നത്. ഇനി ഗ്രൂപ്പാണ് കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കുക, അതിൽ എത്രമാത്രം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രമാത്രം ഇലക്ട്രോൺസുകൾ ഉണ്ടോ, സബ്ഷെല്ലിൽ എത്രമാത്രം ഇലക്ട്രോൺസുകൾ ഉണ്ടോ അവരായിരിക്കും എന്തെന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അതായത് S ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും എന്തെന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന്
അടുത്ത നമ്മളൊരു പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ കുറെ പി ബ്ലോക്ക് മൂലകങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, അങ്ങനെ കുറെ മൂലകങ്ങൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ എന്താണ് ആ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ട കാര്യം ബോറോണിന്റെ 5ആണ്, പക്ഷെ ഇവിടെ 2, 1, 3 ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ 6 ഉണ്ട്, 1s 2 ഉണ്ട് കേട്ടോ. അതിവിടെ സ്കിപ്പ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറഞ്ഞാൽ 2s2p1 എന്ന് വന്നിരിക്കുന്നത്. എല്ലാ കേസിലും എന്തുകൊണ്ട് ഒരു 1s2 ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങളിന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മളിവിടെ ഒരു പി ബ്ലോക്കിലെ കുറച്ച് മൂലകങ്ങൾ നമുക്ക് നോക്കാം. ബോറോൺ, നൈട്രജൻ, നിയോൺ കേട്ടോ. ഇപ്പൊ ഇവരുടെ നിങ്ങൾ നോക്കുക, ഒരു ബോറോണിന്റെ കേസിൽ അതിന്റെ പി സബ്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ. ബോറോണിന്റെ കേസിൽ 1 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇപ്പം 1 എഴുതി, ആ 1ന്റെ കൂടെ നിങ്ങൾ 12 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അതൊരു പി ബ്ലോക്ക് മൂലകങ്ങളിലെ ആ ഒരു പി സബ്ഷനിലെ ഇലക്ട്രോണിന്റെ കൂടെ എന്ത് കൂട്ടുക? 12 കൂട്ടുക. വളരെ ഈസിയാണ് നിങ്ങൾക്ക് അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട്. ഈ ഒരു 12 എങ്ങനെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ് ബ്ലോക്കിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 2 ഗ്രൂപ്പുകളുണ്ട് അല്ലെ. ഇവിടെ ഒരു 10 ഗ്രൂപ്പ് ഉണ്ട് ഡി ബ്ലോക്കിൽ. അപ്പൊ ഈ ഒരു 10ഉം 2 12ന് ശേഷമാണ് ഏത് വരുന്നത്? ഒരു പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പി ബ്ലോക്കിലെ ഇലക്ട്രോണുകളുടെ കൂടെ ഒരു 12 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. ഇനി അടുത്ത് നോക്കിയേ, നൈട്രജന്റെ കേസിൽ എത്ര ഉണ്ട്? 3 അല്ലെ. 3 പി ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ നമ്മളിവിടെ 3 എഴുതി, അതിന്റെ കൂടെ എത്ര കൂട്ടുക? 12 കൂട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഗ്രൂപ്പ് നമ്പർ 15 ആണ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നിയോണിന്റെ കേസ് നിങ്ങൾ നോക്കി, എത്രയാണ് വരുന്നത്? 6 ഇലക്ട്രോൺസ് ആണ് പിയിൽ വരുന്നത് അല്ലെ. അപ്പൊ 6 എടുത്തു, അതിനോട് എത്ര കൂട്ടുക? 12 കൂട്ടുക. എത്രാമത്തെ ഗ്രൂപ്പിൽ വരും? 18ാമത്തെ ഗ്രൂപ്പിൽ വരും. അപ്പൊ വളരെ ഈസിയാണ്. ഇനി ഒരു ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ കേസിൽ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാന്ന് നോക്കാം. ഒരു ഡി ബ്ലോക്ക് നമ്മൾ കുറെ മൂലകങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെയാണ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇത് ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. എന്താണ്? സ്കെൻഡി, വിക്രമൻ, ഫീക്കോ, നിക്കൂസ് എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അത് ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നും എന്നാലും സ്കെൻഡി, വിക്രമൻ, ഫീക്കോ, നിക്കൂസ് എന്നൊക്കെ ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു ഡി ബ്ലോക്കിന്റെ കേസിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ ഇവിടെ ഗ്രൂപ്പ് നമ്പറുടെ മുകളിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയ സ്കാൻഡിയത്തിന്റെ എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ വരുന്നത് 3d1 4s2 ആണ്. ഇതിന്റെ അവസാനത്തത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ ആറുണ്ട്, നമ്മുടെ ആർഗൺ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ചുരുക്കി എഴുതുമ്പോൾ ആർഗൺ 18 വരുന്നുണ്ട്, 18 2 21 21, അങ്ങനെയാണ് ആ ഒരു 21 വരുന്നത് കേട്ടോ. അപ്പൊ ആർഗനെ ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവരത് കാണിക്കാത്തത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർക്കുക. ഇപ്പൊ 21 ആണ് അറ്റോമിക് നമ്പർ, അവരുടെ ഇലക്ട്രോൺ വിന്യാസം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഗ്രൂപ്പ് നമ്പർ ഒരു ഡി ബ്ലോക്കിന്റെ കേസിൽ കണ്ടുപിടിക്കണം. നിങ്ങൾ ജസ്റ്റ് അവസാനം വരുന്ന എസും പിയും കൂടെ എന്ത് ചെയ്യുക? അങ്ങ് കൂട്ടുക. നോക്കിയേ, 2 1 3 3 ഇവരുടെ ഗ്രൂപ്പ് നമ്പർ. നിങ്ങൾ നോക്കിയേ, വനേഡിയം എടുത്തു, എത്രയാണ്? 2 3 5 ആണ്. 5 ആണ് അവരുടെ ഗ്രൂപ്പ് നമ്പർ. അപ്പൊ ഒരു ഡി ബ്ലോക്കിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ എസ് സബ്ഷനിലെയും അവസാനമുള്ള ആ ഒരു ഡി സബ്ഷനിലെ ഇലക്ട്രോണുകൾ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ക്രോമിയം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സെപ്ഷൻ ആയിരുന്നു അല്ലെ. എന്താണ്? D5 4s1 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, D5 4s1. കോപ്പറിന്റെ കേസ് നോക്കിയേ, കോപ്പർ ഗ്രൂപ്പ് 11ലാണ് വരുന്നത്. എങ്ങനെയാണ്? 10 + 1 11 ഇവിടെ നമ്മൾ 10 എന്നാണ് എടുത്തത് കണ്ടോ. നേരത്തെ നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞാണല്ലോ. അപ്പൊ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഒരു എസ് ബ്ലോക്കിന്റെ കേസിൽ എന്ത് ചെയ്യാണ്? അതിന്റെ അവസാനത്തെ ആ ഒരു സബ്ഷനിലുള്ള ഇലക്ട്രോൺ ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്കിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു പി ഇലക്ട്രോണിന്റെ കൂടെ 12 കൂട്ടുക. ഡി ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ അവസാനത്തെ എസും ഡിയിലെയും കൂടെ ഇലക്ട്രോൺസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ ഈസിയാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മുൻ വർഷങ്ങളിൽ ഒരു PSC ചോദ്യം കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ 12ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഏതൊക്കെ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി കേട്ടോ. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളെ നമ്മൾ വേറൊരു പേര് വിളിച്ചായിരുന്നു. എന്താണ്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിച്ചായിരുന്നു. അപ്പൊ ഇവർ ഈ ഒരു ഡി ബ്ലോക്കിലാണ് വരുന്നതെങ്കിലും ഇവർ ഈ ഒരു സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതു ഗുണങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഇവർ കാണിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മൂലകങ്ങൾ ഇതിനെയാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറിയെ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ആരൊക്കെയാണ് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിഞ്ഞിരിക്കണം. സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ് എന്ത്? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഒരു വീഡിയോന്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്താം. അപ്പൊ ആ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്രമാത്രം ആൻസറുകൾ ശരിയായിട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ അടുത്ത ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു 3ാമത്തെ പാർട്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ സ്കിപ്പ് ചെയ്ത ചില പാർട്ടുകളുണ്ട് കേട്ടോ. SCRT-യിലെ ആ ഒരു 9ഉം 10ഉം ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടോപ്പിക് നമ്മൾ ഈ ഒരു 3 പാർട്ടിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ സ്കിപ്പ് ചെയ്ത കുറച്ച് പാർട്ടുകൾ, അതായത് ഒരു പീരീഡിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അതിന്റെ അറ്റോമിക സൈസ്, ന്യൂക്ലിയർ ചാർജ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, അയണിക് സ്ട്രെങ്ത്, അതൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളതും അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് സവിശേഷതകളുണ്ട്. ഇതിന്റെയൊക്കെ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും എഫ് ബ്ലോക്കിന്റെ ഒക്കെ കുറച്ച് പ്രത്യേകതകളും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു 3ാമത്തെ പാർട്ടുകൂടി ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കംപ്ലീറ്റ് 9ഉം 10ഉം SCRT സിലബസിലെ ഒരു കംപ്ലീറ്റ് ടോപ്പിക് എന്ത് ചെയ്യും? നമ്മൾ കവർ ചെയ്യുന്നത് ആയിരിക്കും കേട്ടോ.